ക്രിസ്നഹോർക്കയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നോവല് സെയ്റ്റൻ ടാങ്കോ എന്ന നോവലാണ്. നോവലുകൾ മാത്രം എഴുതിയിട്ടുള്ള ഒരാളാണ്. കുറച്ച് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. നോവലുകളിലാണ് ക്രിസ്നഹോർക്ക കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സെയ്റ്റൻ ടാങ്കോ എന്നുള്ള നോവലാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. അതാണ് ആദ്യം ഇംഗ്ലീഷിലേക്ക് വരുന്നത്. സെയ്റ്റൻ ടാങ്കോ എന്ന് പറഞ്ഞാൽ, സെയ്റ്റൻ എന്ന് പറഞ്ഞാൽ ചെകുത്താൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ സെയ്റ്റൻ ടാങ്കോ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പൈശാചിക നൃത്തമെന്നോ ചെകുത്താന നൃത്തമെന്നോ എല്ലാം മലയാളത്തിലേക്ക് ആക്കാവുന്നതാണ്. 1985 ഹംഗേറിയൻ ഭാഷയിൽ ഈ നോവല് പ്രസിദ്ധീകരിക്കുന്നത്. അത് കഴിഞ്ഞൊരു 10-30 വർഷം കഴിഞ്ഞിട്ടാണ് പുസ്തകത്തിനൊരു ഇംഗ്ലീഷ് പരിഭാഷ വരുന്നത്. 2012 ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്ന ശേഷമാണ് നമ്മുടെ നാട്ടിലടക്കം ക്രിസ്നഹോർക്ക എന്ന എഴുത്തുകാരനെ കുറിച്ച് അറിയുന്നത് ആളുകൾ. ഈ 2014 സെയ്റ്റൻ ടാങ്കോയുടെ ട്രാൻസ്ലേഷനെ കുറിച്ച് അതിൻ്റെ ട്രാൻസ്ലേറ്ററായിട്ടുള്ള ജോർജ് സെറ്റസ് എന്ന് പറഞ്ഞ കവി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്നഹോർക്കയുടെ ഭാഷ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ പ്രോസ്, അദ്ദേഹം എഴുതുന്ന ഗദ്യം അനായാസമല്ല. അപ്പോൾ ഹംഗേറിയൻ ഭാഷയിലുള്ള ഈ പുസ്തകം, ഈ നോവല് ഇംഗ്ലീഷിലേക്കാക്കാൻ കഴിയില്ല എന്നൊരു ധാരണ അക്കാലത്തുണ്ടായിരുന്നു. അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് ശരിക്കും ജോർജ് സെറ്റസ് ഇതിൻ്റെ പരിഭാഷ നടത്തിയത്. അത് വളരെ ഒരു ശ്രമകരമായൊരു ദൗത്യമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2012 സെയ്റ്റൻ ടാങ്കോയുടെ ട്രാൻസ്ലേഷൻ വന്ന ശേഷം 2015 ഈ ട്രാൻസ്ലേറ്റഡ് ഫിക്ഷന് ഉള്ള ഒരു അവാർഡുണ്ട്, ബുക്കർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ അവാർഡ്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന, ലോകത്തിലെ വിവിധ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഫിക്ഷന് കൊടുക്കുന്ന അവാർഡാണ് ബുക്കർ ഇൻ്റർനാഷണൽ. ഈ പുരസ്കാരം സെയ്റ്റൻ ടാങ്കോയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതോടുകൂടി ലോകത്തെമ്പാടും ഈ ഓതറിലൊരു വലിയൊരു താല്പര്യം ഉണ്ടാവുകയും അങ്ങനെ ഒരർത്ഥത്തിൽ അദ്ദേഹം ലോകമെമ്പാടും വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാകാൻ തുടങ്ങുകയും ചെയ്തു. ഈ സെയ്റ്റൻ ടാങ്കോയ്ക്ക് ശേഷം മെലങ്കോളി ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ളൊരു നോവലാണ് ഇറങ്ങിയത്. അത് 1990 മുന്നേ തന്നെ ഇറങ്ങിയതാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൻ്റെ പരിഭാഷ പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ 10-30 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഈ 2015 ഇദ്ദേഹത്തിന് ഈ ഇൻ്റർനാഷണൽ ബുക്കർ ഇൻ്റർനാഷണൽ ലഭിച്ച ശേഷം തുടരെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വരികയുണ്ടായി. ഈ ഹംഗേറിയൻ ഭാഷയിൽ എഴുതപ്പെട്ട ഈ കൃതിക്ക് ഒരു ചരിത്ര പശ്ചാത്തലം, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഈ കൃതി, ഈ നോവലുകളുടെ ഒരു സാമൂഹിക പശ്ചാത്തലം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ സോവിയറ്റ് കാലത്തെ കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാഹിത്യത്തിനുള്ള പൊതുവായ ചില പ്രത്യേകതകൾ ക്രിസ്നഹോർക്കയ്ക്കുണ്ട്. അത് പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഹംഗറിയിലെ ഇപ്പോൾ സെയ്റ്റൻ ടാങ്കോയുടെ തന്നെ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്, ചുരുക്കി പറഞ്ഞാൽ അത് ഈ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് അവസാനിക്കാൻ പോകുന്ന സമയത്തുള്ള 80കളിലെ അല്ലെങ്കിൽ ആ ഒരു പീരീഡിലെ ഒരു ഹംഗേറിയൻ ഗ്രാമത്തിൽ ജനങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു കളക്റ്റീവ് ഫാം, അത് അവിടെ വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു മൊത്തത്തിലൊരു പ്രേത നഗരം അല്ലെങ്കിൽ പ്രേത ഗ്രാമം എന്നൊക്കെ പറയാവുന്ന സ്ഥലത്ത്, ഒരു പ്രദേശത്ത് ഉള്ള കുറച്ച് മനുഷ്യരിലൂടെ പറയുന്ന ഒരു കഥയാണ് ഈ സെയ്റ്റൻ ടാങ്കോ എന്നുള്ളത്. അതിലെ നെറേറ്റീവ്, അതിലൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലായ്പ്പോഴും ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന, ചെളി നിറഞ്ഞ വഴികളുള്ള, വൃത്തിയില്ലാത്ത ഭവനങ്ങളുള്ള, പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നുമില്ലാത്ത വളരെ ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ ഒരു കൂട്ടം. അവർക്ക് നാളേക്ക് എന്തെങ്കിലും ഒന്ന് നന്നായി എന്തെങ്കിലും നല്ലത് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും അവർക്കില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊരു ഡിസ്റ്റോപ്യനായിട്ടുള്ള, സർവനാശത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ള, വളരെ ഡാർക്കായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ സെയ്റ്റൻ ടാങ്കോ സംഭവിക്കുന്നത്. അതിൽ നിന്നൊക്കെ പിന്നീട് മുന്നോട്ട് വന്നാലും അത് കഴിഞ്ഞിട്ട് അത് എഴുതിയ കൃതികളെടുത്താലും ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു വളരെ ഇരുണ്ട ഒരു അന്തരീക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റ് പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത മനുഷ്യർ, അതായത് മുന്നോട്ട് ഇനി ഒരു വഴിയില്ല എന്ന് കരുതുന്ന ആ രീതിയിലുള്ള അവസ്ഥയിലുള്ള ഒരു ഇതാണ് ഈ കൃതികൾ കാണുന്നത്. ഇതിൽ ഭാഷയാണ് എനിക്ക്
കുറച്ചുകൂടി ഈ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കാലത്തെ അനുഭവത്തിൽ നിന്നുള്ള മറ്റ് ഹംഗറിയിലുള്ള ഇപ്പോൾ പീറ്റർ നഡാഷിനെ പോലുള്ള എഴുത്തുകാർ ഇത്തവണത്തെ നൊബേൽ ഇതിൽ ഊഹപ്പട്ടികയിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് പീറ്റർ നഡാഷ്. അദ്ദേഹം ഒരു ഹംഗേറിയൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹംഗേറിയൻ ഭാഷയിൽ എഴുതുന്ന ഒരാളാണ്. ആ കൃതികളിലും ഏതാണ്ട് സമാനമായിട്ടുള്ള ഇതുപോലുള്ളൊരു അന്തരീക്ഷം. അവിടെ നിന്ന് ഇപ്പോൾ റൊമേനിയൻ ലിറ്ററേച്ചർ എടുത്താലും പോളിഷ് ലിറ്ററേച്ചർ എടുത്താലും ഇത്തരത്തിലുള്ള ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ രചനകളിലുള്ള ഒരു പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഇപ്പം ക്രസ്നാഹോർക്കയുടെ ഭാഷയുടെ ഒരു വലിയ പ്രത്യേകത അദ്ദേഹത്തിന് വളരെ നീണ്ട വാചകങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വാക്യം എഴുതിയാൽ ആ വാക്യങ്ങൾക്കിടയിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കാറുണ്ട്. ഒരു വാക്യം കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്, അടുത്ത വാക്യം, അങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ഫുൾ സ്റ്റോപ്പ് എന്നുള്ളത് നമ്മൾ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു പോസായിട്ടാണ് ശരിക്കും ക്രസ്നാഹോർക്ക കാണുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നിരന്തരമായിട്ടുള്ള ഒരു ഫ്ലോ, ഒരു ഒഴുക്ക്, ഒരു പ്രവാഹമായിട്ടാണ് അദ്ദേഹം ഭാഷയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തെ സങ്കല്പിക്കുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ഒരു വാക്യം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ആവശ്യമില്ല. ആ വാക്യം ഒരു കോമ കൊടുത്ത് ആ വാക്യം ഇങ്ങനെ റോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ആഖ്യാന ശൈലിയാണ് ക്രസ്നാഹോർക്ക സ്വീകരിച്ചിട്ടുള്ളത്. ഹോർക്കെ അദ്ദേഹം ഈ ബുക്കർ ഇൻ്റർനാഷണലൊക്കെ ലഭിച്ചു കഴിഞ്ഞ ശേഷം 2016 മറ്റോ നൽകിയൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒറ്റ പുസ്തകം എഴുതാനേ ഹോർക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഹോർക്കയ്ക്ക് ആ ഒരു പുസ്തകം എഴുതാൻ, അപ്പോൾ ഒരു പുസ്തകം എഴുതണം, ഒറ്റ പുസ്തകം എഴുതണം എന്ന് മാത്രമേ, ഒറ്റ പുസ്തകം മതി എനിക്ക് എന്ന് വിചാരിച്ച് എഴുതിയുള്ളൂ. അങ്ങനെയാണ് സെയ്റ്റൻ ടാങ്കോ എഴുതുന്നത്. പക്ഷേ ആ പുസ്തകം അത്ര നന്നായില്ല എന്ന് തോന്നുന്നു, അടുത്ത പുസ്തകം വരികയായി. ആ പുസ്തകവും അത്ര നന്നായില്ല എന്ന് തോന്നി, അങ്ങനെ അടുത്ത പുസ്തകവും വരികയായി. അങ്ങനെ ഈ അഭിമുഖം നടക്കുന്ന കാലത്ത് അദ്ദേഹം 4 നോവലുകൾ അദ്ദേഹത്തിൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. ആ 4 നോവലുകൾ വന്നിട്ടുണ്ടെന്നല്ല, ആ സമയത്ത് അദ്ദേഹം 4 നോവലുകളെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഈ സെയ്റ്റൻ ടാങ്കോ എന്നുള്ള നോവൽ ആദ്യത്തേത്, രണ്ടാമത്തേത് മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള നോവൽ, പിന്നെ വാർ ആൻഡ് വാർ എന്ന് പറഞ്ഞ വേറൊരു നോവൽ, പിന്നെ ബാരൺ ഹെങ് വെയിൻസ് ഹോം കമ്മിങ് എന്ന് പറഞ്ഞ വേറൊരു നോവൽ. അപ്പോൾ അങ്ങനെ 4 നോവലായി. ഈ 4 നോവലോടുകൂടി അദ്ദേഹത്തിൻ്റെ നോവൽ ദൗത്യം അല്ലെങ്കിൽ എഴുത്ത് ദൗത്യം കഴിഞ്ഞു, ആ ഒരു സർക്കിൾ പൂർത്തിയായി എന്നാണ് ക്രസ്നാഹോർക്ക അന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ധാരാളം പുസ്തകങ്ങൾ, ധാരാളം നോവലുകൾ അദ്ദേഹം എഴുതുകയുണ്ടായിട്ടുണ്ട്. 2 കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഈ ഓതർക്കൊരു വളരെ ഒബ്സസീവാണെന്ന് തോന്നുന്നു. 2 കാര്യങ്ങളിൽ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു ദർശനമാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഡിക്റ്റേറ്റോറിയൽ അല്ലെങ്കിൽ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഒരു സെൻസിബിലിറ്റി ഉള്ള ഒരാളാണ്. അതൊരു പറഞ്ഞ പോലെ അക്കാലത്തെ ടോട്ടാലിറ്റേറിയൻ അന്തരീക്ഷത്തിൽ ജീവിച്ചു വന്ന എല്ലാ എഴുത്തുകാർക്കും ഉണ്ട്. അത് ഈ കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്ന് വന്ന മിക്കവാറും എഴുത്തുകാരെല്ലാം അത് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അത് അവരനുഭവിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഈ ഹോർക്കെ തന്നെ പറയുന്നുണ്ട്, ഹംഗറിയിലെ ഒരു പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പീരീഡിലും ഹംഗറിയിൽ തുടരാൻ ഹോർക്കയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജർമ്മനി പോവുകയും ജർമ്മൻ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് ബെർലിൻ താമസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഹോർക്കയുടെ ഒരു ദർശനത്തിലൊരു പ്രത്യേകത, ഈ അപ്പോക്കാലിപ്റ്റിക് എന്ന് നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയപ്പോൾ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് ഈ അപ്പോക്കാലിപ്റ്റിക് എന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് ഹോർക്കയുടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പൊതുവേ ഈ യൂറോപ്പിലെ ഈ വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തും ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്തും ഒക്കെ ഉള്ളൊരു ലിറ്ററേച്ചർ അത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ ലോകാവസാനമാകാൻ പോകുന്നു, അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റേതായിട്ടുള്ള സർവനാശത്തിൻ്റേതായ ഒരു അന്തരീക്ഷം സംജാതമായിരിക്കുന്നു എന്ന മട്ടിൽ ലോകത്തെ കാണുന്ന ഒരു രീതി. ഈ ഹോർക്ക പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല. ഇത് ഓൾറെഡി തന്നെ ഈ അപ്പോക്കാലിപ്സ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, സർവനാശത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് നിന്നിട്ടാണ് അതിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷാനിർഭരമായ ഒരു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഭാവിയെ വിഭാവന ചെയ്യുന്ന രീതിയിലുള്ള രചനകൾ ക്രസ്നാഹോർക്കയുടേതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അതിനൊപ്പം തന്നെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ആത്മീയ അന്തരീക്ഷവും കൂടി ഈ കൃതികളിലുണ്ടെന്നുള്ളത് ഒരു കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആദ്യകാലം മുതലേ ഹോർക്കയുടെ ഒരു പ്രത്യേകത. അദ്ദേഹത്തിന് ഈസ്റ്റേൺ ഫിലോസഫികളിൽ വലിയ താല്പര്യമാണ്. ഇപ്പോൾ ചൈനീസ് ഫിലോസഫി, ജാപ്പനീസ് ആയിട്ടുള്ള ദർശനങ്ങൾ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ ബുദ്ധിസത്തിൽ
ഹോർക്കയ്ക്ക് വലിയൊരു ഇൻട്രസ്റ്റാണ്. ഈ ബുദ്ധിസ്റ്റ് ഐഡിയൽസ് ഈ കൃതികളിലൂടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിപ്പോൾ ഈ സമീപകാലത്തൊക്കെ വന്ന ഇപ്പോൾ ചേസിങ് ഹോമർ പോലുള്ള കൃതികളിൽ അങ്ങനെയൊക്കെ ഈ ഒരു 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 ബുദ്ധദർശനം എന്നൊക്കെ പറയാവുന്ന വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു ബുദ്ധദർശനം എന്നുള്ളത് പറയാവുന്ന ഒരു സംഗതിയെ കാണാൻ നമുക്ക് സാധിക്കും. ഒരു കാര്യം കൂടി ക്രസന ഹോർക്കയെക്കുറിച്ച് പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഒരു വളരെ രസകരമായിട്ടുള്ള കുറച്ച് അദ്ദേഹത്തിന് ചില നിരീക്ഷണങ്ങൾ അതിൽ ഉണ്ട്. അതിലൊരു എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നുന്നത് കൃതികളിൽ ആവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ നേച്ചറിനെ കുറിച്ചുള്ള ക്രസന ഹോർക്കയുടെ ഒരു സങ്കല്പമാണ്. അദ്ദേഹം പറയുന്നത് ഈ പ്രകൃതി എന്നുള്ളത് പ്രകൃതിയും മനുഷ്യനും, മനുഷ്യൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ലോകം എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി, ഈ ലോകം, ഈ പ്രപഞ്ചം എന്നുള്ളത് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ അടങ്ങിയ ഈ പ്രപഞ്ചത്തിൽ ഈ മനുഷ്യരുടെ ലോകത്ത് മൃഗങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. ലോകം മനുഷ്യരുടേതാണ്, ഹ്യൂമൻ വേൾഡാണ്. ആ ഹ്യൂമൻ വേൾഡിൽ നേച്ചർ അതിൻ്റെ ഒരു ഭാഗമാണ്. ആ നേച്ചറിലെ ആനിമൽസ്, മൃഗങ്ങൾ അതിൻ്റെ മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടിനകത്ത് അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു ജീവിതത്തിനകത്ത് നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം. നമ്മളെപ്പോഴും ഹ്യൂമാനിറ്റിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. ഹ്യൂമാനിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് മൃഗങ്ങൾ അതിന് പുറത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രസന ഹോർക്ക പറയുന്ന ഒരു സംഗതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ വേൾഡില്ല, ആനിമൽ വേൾഡ് ഉള്ളൂ എന്നുള്ള ഒരു സങ്കല്പമാണ്. അത് പ്രപഞ്ചം എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് മനുഷ്യരും മൃഗങ്ങളാണ്. അനിമൽസ് ഹൂ വൺ എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ജയിച്ച മൃഗങ്ങളാണ് മനുഷ്യരെന്നുള്ളത്. അതായത് ഈ പ്രകൃതിയുമായിട്ടുള്ള, പ്രകൃതിയിലെ ഈ സർവനാശ പ്രേരിതമായിട്ടുള്ള പ്രപഞ്ച ഘടകങ്ങളോടുള്ള പോരാട്ടത്തിൽ ജയിച്ച മൃഗങ്ങളാണ് മനുഷ്യരെന്നുള്ളതാണ്. അപ്പോൾ ആ ജയിച്ച മൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കാണുന്ന ഒരു സംഗതി. അപ്പോൾ നേച്ചർ എന്നുള്ളത് ഒരു മനോഹരമായ ഒന്നല്ല. നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് നമ്മളിപ്പോൾ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന ആളുകൾ ഇഡിയറ്റ്സ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നൊരു സംഭവം, അദ്ദേഹം ഈ ആൽപ്സിൽ വളരെ ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയം തോന്നിയതാണ് പറയുന്നത്. വളരെ വളരെ ഇമ്മൻസ് ആയിട്ടുള്ള ഒരു ഫിയർ. അതൊരു ബ്യൂട്ടിഫുള്ളായ ഒരു കാഴ്ചയായിട്ട് തോന്നിയില്ല, മറിച്ച് ആ ഭയത്തിൽ നിന്നുള്ള ഒരു വെനറേഷൻ നേച്ചറിനോട് വരുന്നു എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഈ സെയ്റ്റൻ ടാങ്ക മുതലുള്ള കൃതികളെടുത്താൽ, അത് അവസാനം എഴുതിയ കൃതി വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം മനുഷ്യരുടെ ഒരു സഫറിങ് എന്നുള്ള ഒരു കാര്യത്തെ ഇതൊരു ഇന്നവിറ്റബിളായിട്ടുള്ള, അനിവാര്യമായിട്ടുള്ള ഒരു പതനമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഇപ്പോൾ സെയ്റ്റൻ ടാങ്കോയിലെ വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രംഗമുണ്ട്. അതിനകത്ത് ഡോക്ടർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഈ ഡോക്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗത്തിലാണ് ഡോക്ടറെ നമ്മൾ ആദ്യം കാണുന്നത്. അതായത് വായിച്ചുകൊണ്ടിരിക്കുന്ന അയാളൊരു ജിയോളജിക്കലായിട്ടുള്ള ഭൂമിയുടെ എവല്യൂഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം ഒരു പൗരാണിക കാലത്ത്, ചരിത്രാതീത കാലത്ത് ഭൂമിയിൽ ഈ ഭൂഖണ്ഡങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു കാലത്തിൽ ഇങ്ങനെ ഈ ഭൂമിക്കടിയിലെ പാറക്കെട്ടുകൾ വളരെ വലിയ തോതിൽ ഒരു വിഭജനം സംഭവിക്കുകയും സ്ഫോടനം സംഭവിക്കുകയും അതിങ്ങനെ അകന്നു പോവുകയും ചെയ്യുമ്പോൾ പുതിയ ഭൂഖണ്ഡങ്ങൾ ഉണ്ടാകുകയും പഴയ ചില ഭൂഖണ്ഡങ്ങൾ അപ്രത്യക്ഷമാവുകയും കടലാകുകയും കടൽ ഇരുന്ന സ്ഥലത്ത് കര ഉണ്ടാവുകയൊക്കെ ചെയ്തതിൻ്റെ ഒരിത് പറയണം. അപ്പോൾ ഈ ഹംഗറിയുടെ ഇപ്പോൾ ഈ ഈസ്റ്റേൺ യൂറോപ്പിനെ കുറിച്ചുള്ള ആ ഭാഗം അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ നോവലിൽ വായിക്കുന്നത്. അതായത് ഇതിൽ ഈ ചരിത്രാതീത കാലത്ത് ഭൂമിയുടെ എവല്യൂഷൻ്റെ ആദ്യ ഘട്ടത്തിൽ ഈ കടലായിരുന്നൊരു ഭാഗമായിരുന്നു ഹംഗറിയൊക്കെ. അപ്പോൾ ആ ഹംഗറിയിൽ കടലായിരുന്ന ഒരു ഭാഗത്ത് പിന്നെ അത് കടൽ നീങ്ങിപ്പോവുകയും അങ്ങനെ ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു പ്രകൃതി വ്യതിയാനത്തിലൂടെ, പ്രപഞ്ചത്തിലൊരു വ്യതിയാനത്തിലൂടെ ഹംഗറി ഒരു കരപ്രദേശമായി മാറുകയും ചെയ്തു എന്നുള്ള ഭാഗം ആണ് ഇദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂപ്പര് പറയുന്ന വളരെ ആ ഭാഗത്ത് പറയുന്ന ഈ കടലായിരുന്ന ഭാഗം കരയായി മാറുകയും പർവ്വതങ്ങൾ പിളർന്ന് അവിടെ പുതിയ പ്രതിഭാസങ്ങൾ ഉണ്ടാകുകയും പുഴയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വളരെ ഭയാനകമായിട്ടുള്ള പ്രപഞ്ചത്തിലെ ആ മാറ്റങ്ങളുടെ ആ മുഴക്കം, ആ ഒരു ചരിത്രാതീത കാലത്തുള്ള ആ മാറ്റങ്ങളുടെ മുഴക്കം ഇപ്പോഴും നമ്മൾ ഈ ജീവിക്കുന്ന വർത്തമാന കാലത്തും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡിൽ നിന്നുള്ള ആ ഒരു വളരെ മെലങ്കളിക്കായിട്ടുള്ള, വളരെ ഭയപ്പെടുത്തുന്ന ആ രീതിയിലുള്ള ഒരു നാശത്തിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തെ യുദ്ധഭരിതമായിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള വിഭാഗീയതകൾ നിറഞ്ഞ ഈ ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ
ഈ ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരില്ലാതിരുന്ന ഒരു കാലത്ത് ഈ ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ച വലിയ ഡ്രാസ്റ്റിക്കായിട്ടുള്ള മാറ്റങ്ങളോട് ഒരു മുഴക്കമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിധ്വനിയായിട്ടാണ്. ആ പ്രതിധ്വനി ഇപ്പോഴും നമുക്ക് കേൾക്കാം. അത് പ്രപഞ്ചത്തിൽ വളരെ സൈലൻ്റായിട്ട് നമ്മുടെ ആ കാലത്തിനുള്ളിൽ നിശബ്ദമായിട്ട് ആ പഴയ പ്രാപഞ്ചിക മാറ്റങ്ങളുടെ ഒരു മുഴക്കം ഉണ്ട് എന്നാണ് കൃഷ്ണ ഹോർക്കെ ആ ഭാഗത്ത്, ഈ വായിച്ച ഭാഗത്ത് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഈ ഡോക്ടറുടെ വായനയും അതോടൊപ്പം തന്നെ ഈ ആളുകൾ ഉപേക്ഷിച്ചു പോയ ഒരു വളരെ വിജനമായിട്ടുള്ള സദാസമയം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന റോഡുകളൊക്കെ നിറഞ്ഞ് കട്ടറൊക്കെ നിറഞ്ഞ കുഴികളൊക്കെ നിറഞ്ഞ റോഡിൽ വെള്ളം ഇങ്ങനെ സദാസമയം ചെളിവെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, കാലം എവിടെ ചവിട്ടിയാലും അവിടെ പറഞ്ഞ പോലെ നമുക്ക് ചെളി മാത്രമുള്ള അങ്ങനെ ഒരു രീതിയിലും നമുക്ക് വാസയോഗ്യമല്ലാത്ത ഒരിടമായിട്ട് ഹംഗറിയുടെ ആ ഒരു ഗ്രാമപ്രദേശത്തെയാണ് നമ്മളതിനകത്ത് വായിക്കുന്നത്. കൃഷ്ണ ഹോർക്കെ പോലുള്ള എഴുത്തുകാരുടെ അവർക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ എഴുതുന്ന എഴുത്തുകാരുടെ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ ഇപ്പോൾ കൃഷ്ണ ഹോർക്കെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഈ കൃതിയുമായിട്ട് ആ കൃതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനകൾ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നത് ആരാണ് ഈ എഴുത്തുകാരനെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ കൃഷ്ണ ഹോർക്കെ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ ഒരു പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ പീരിയഡിൽ കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പൊളിറ്റിക്കൽ ഫ്രീഡം ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് സാഹിത്യം എഴുതി തുടങ്ങുന്ന ആളെ ആരായിരിക്കും, ഏത് എഴുത്തുകാരനായിരിക്കും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടാവും, അതിന് മുമ്പ് അയാൾ വായിച്ചിട്ടുള്ള ഏത് എഴുത്തുകാരനായിരിക്കും അയാളെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു വലിയൊരു കൗതുകം നമുക്ക് തോന്നും. അപ്പോൾ ഇത് കൃഷ്ണ ഹോർക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ഏറ്റവും സ്വാധീനിച്ച 2 എഴുത്തുകാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള ഡെസ്റ്റോവ്സ്കിയാണ്. ഡെസ്റ്റോവ്സ്കിയുടെ ഒരു കൃതികൾ അദ്ദേഹത്തെ വളരെ ഇമ്മൻസായിട്ട് സ്വാധീനിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ കാഫ്കയാണ്. 20-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാരനാണ്. അപ്പോൾ ഈ നമുക്ക് നോക്കിയറിയാം, കാഫ്കയും ഡെസ്റ്റോവ്സ്കിയും കാഫ്കയും തമ്മിലൊരു ചർച്ചയുണ്ട്, ഒരു ബന്ധമുണ്ട് ശരിക്കും. അപ്പം ഡെസ്റ്റോവ്സ്കിയുടെ തന്നെ കൃതികളിലെ ചില ഒരു കഥാപാത്രം ഒരു മനുഷ്യനായിട്ട് പിന്നീട് ജനിച്ചതായിരിക്കാം കാഫ്ക എന്ന് പോലും തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഈ ഡെസ്റ്റോവ്സ്കിയുടെ കൃതികളിലും ഇതേപോലെ നമ്മൾ നോക്കിയാൽ അറിയാം. നമ്മളിപ്പോൾ പൊസസ്ഡ് പോലൊരു കൃതിയിൽ, അല്ലെങ്കിൽ ഇഡിയറ്റ് പോലൊരു കൃതിയിൽ നിലനിൽക്കുന്ന അതിനകത്തും ഇതുപോലെ തന്നെ ഒരു വിൻ്റർ സീസണിലാണ് പലപ്പോഴും അത്തരം കഥ, ഈ ഡെസ്റ്റോവ്സ്കിയുടെ പ്രധാന നോവലുകളുടെ ഒരു കഥാ അന്തരീക്ഷം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ കൃഷ്ണ ഹോർക്കെ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതേ ഈ പ്രിൻസ് മിഷ്കിൻ എന്നുള്ള കഥാപാത്രത്തെക്കുറിച്ച്. വളരെ പ്രശസ്തമായിട്ടുള്ള ഡെസ്റ്റോവ്സ്കിയുടെ ഇഡിയറ്റ് എന്നുള്ള നോവലിലെ നായകനാണ് ഈ പ്രിൻസ് മിഷ്കിൻ. അപ്പോൾ ഈ പ്രിൻസ് മിഷ്കിൻ എന്നുള്ള കഥാപാത്രം വലിയൊരു തന്നെ വല്ലാതെ ആകർഷിച്ചതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രിൻസ് മിഷ്കിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വളരെ ഇഡിയോട്ടിക്കായിട്ട് ഒരു പ്രായോഗിക ജീവിതം വലിയ വശമില്ലാത്ത ഒരു ഇന്നസെൻസിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരൊരു നിഷ്കളങ്കതയുണ്ട്, ഒരു നിഷ്കളങ്ക ഭാവമുണ്ട്, പ്രകൃതിയിലൊരു നിഷ്കളങ്ക ഭാവമുണ്ടെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ജീവിതത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന മനുഷ്യന്മാർ. അത്തരം ആളുകളോട് തനിക്ക് ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഒരു വലിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനും താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കൃഷ്ണ ഹോർക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹത്തെ ആ രീതിയിൽ സ്വാധീനിച്ചതായിട്ട് മൂപ്പർ പറഞ്ഞിട്ടുള്ളത് ഈ പ്രിൻസ് മിഷ്കിൻ എന്നുള്ള ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ്. അത് ഡെസ്റ്റോവ്സ്കിയുടെ കഥാപാത്രമാണ്. ഡെസ്റ്റോവ്സ്കിയുടെ ആ രചനയിലെയും വളരെ ബ്രൂഡിംഗ് ആയിട്ടുള്ള, മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള, ഫിലോസഫിക്കലായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൃഷ്ണ ഹോർക്കയിലും പിന്തുടരുന്നത്. പിന്നെ ഒരു എഴുത്തുകാരൻ കാഫ്കയാണ്. കാഫ്കയെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അനക്ഡോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാഫ്കയെ വളരെ ചെറുപ്പത്തിൽ വായിച്ച ഒരാളാണ് കൃഷ്ണ ഹോർക്കെ. അതിനൊരു കാരണം വെച്ചാൽ, കാഫ്കയെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പ്രായത്തിൽ തന്നെ വായിച്ചു തുടങ്ങിയ ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ബ്രദർ ഒരു നല്ല വായനക്കാരനായിരുന്നു. അപ്പോൾ ഈ ബ്രദറിനെ ഇമ്പ്രസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് കയറുകയും, ആ പേഴ്സണൽ ലൈബ്രറി കയറി അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളെടുത്ത് വായിക്കുകയും, അങ്ങനെ ഈ ബ്രദറിന് വായിച്ചുകൊണ്ടിരുന്ന ഈ കാഫ്ക, ബ്രദറിന് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ കാഫ്കയായിരുന്നു. അപ്പോൾ ആ കാഫ്കയുടെ നോവലുകൾ എടുത്ത് വായിക്കുകയും കഥകളെടുത്ത് വായിക്കുകയും, അത് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ കൂടിയും കാഫ്കയിലേക്ക് ഇങ്ങനെ അതിലേക്ക് ചെന്ന് ചേരാനും കാഫ്കയുമായിട്ട് അടുക്കാനും ഒരു വലിയൊരു അവസരമുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. പലതരം ചെറിയ ചെറിയ പണികൾ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ് ഈ എഴുത്തുകാരൻ. അതും അദ്ദേഹത്തിൻ്റെ രചനയിൽ വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം അത് ആദ്യകാലത്ത് അദ്ദേഹം കുറച്ച് കാലൊരു മൈനിൽ, ഒരു ഖനിയിൽ തൊഴിലാളിയായിട്ട് ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാമിൽ
പശുക്കളൊക്കെ ഉള്ള ഒരു ഫാമിൽ നൈറ്റ് വാച്ച്മാനായിട്ട്, രാത്രി പശുക്കളെ ഒന്നും ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കാവൽക്കാരനായിട്ട്, ഒരു നൈറ്റ് വാച്ച്മാനായിട്ട് ഈ പശുക്കളുടെ ഫാമിൽ കുറേ വർഷങ്ങൾ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തെ വലിയതായിട്ട് സ്വാധീനിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹംഗേറിയൻ ഗ്രാമങ്ങളിൽ ചെറിയ ബുക്ക് ക്ലബ്ബുകൾ പോലെ ഗവൺമെൻറ് തന്നെ ചെയ്യുന്ന ചില ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൂട്ടായ്മകളുണ്ട്. ബുക്ക് ക്ലബ് ഓരോ പ്രദേശത്ത് ഒരു മാസം ഒരു ഗ്രാമീണവർക്കൊക്കെ ഒരുമിച്ചിരുന്ന് പുസ്തകം വായിക്കാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള, നമ്മൾ ഈ സ്റ്റഡി ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടെ പുസ്തകങ്ങൾ, നോവലുകളൊക്കെ ആളുകൾ വായിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ പറഞ്ഞു കൂടുതൽ ഈ സോഷ്യലിസ്റ്റ് ലിറ്ററേച്ചർ ആയിരിക്കും അവിടെ വായിക്കുന്നത്. അപ്പോൾ അത്തരം പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന ഒരാളായിട്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമം, ഒരു 4-5 ഗ്രാമങ്ങളുടെ ചുമതലയുണ്ടായിരുന്നു ക്രസ്നാഹോർക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഓർഗനൈസറായിട്ട്, ഈ ബുക്ക് ക്ലബിൻ്റെ ഒരു ഓർഗനൈസറായിട്ട് നടക്കുമ്പോൾ ഒരുപാട് മനുഷ്യരെ നേരി കാണാനുള്ള, ഇപ്പം ഈ ഗ്രാമത്തിലെ സാധാരണക്കാരായിട്ടുള്ള സാധാരണ ജോലികൾ ചെയ്യുന്ന സാധാരണ മനുഷ്യന്മാരെ കാണാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ കഥകൾ കേൾക്കാനുമുള്ള ഒരു അവസരം. അപ്പോൾ അതൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്മാരുടെ പ്രവൃത്തികൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എഴുത്തുകാരൻ മാറുകയാണ്. അപ്പോൾ കാണുന്ന ഓരോ മനുഷ്യരെയും അവരുടെ പെരുമാറ്റം, അവരുടെ സംസാര രീതികളിൽ അവരുടെ ജീവിതമെല്ലാം പുറത്തുനിന്ന് നോക്കുന്ന ഒരാളായിട്ട് താൻ സ്വയം മാറി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ സേറ്റൻ ടാങ്കോ വായിക്കുമ്പോഴും മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ബുക്ക് വായിക്കുമ്പോഴും അതിനുശേഷം പോലെ ബുക്ക് വായിക്കുമ്പോൾ കാണാം അതിലൊരു കഥാപാത്രം ഉണ്ടാവും. ആ ഒരു കഥാപാത്രം ഇങ്ങനെ ഒരു നിരീക്ഷകനായിരിക്കും, മനുഷ്യന്മാരെ നന്നായി നിരീക്ഷിക്കുന്ന, മനുഷ്യന്മാരുടെ ജീവിത രീതികൾ നിരീക്ഷിക്കുന്ന, അങ്ങനെ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് താൻ അയച്ച നോട്ടമാണ് പിന്നീട് എഴുത്തായിട്ട് തിരിച്ചു വന്നതെന്ന് ക്രസ്നാഹോർക്ക പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഷയുടെ ആ ഒരു വലിയൊരു തുടക്കക്കാരൻ ചിലപ്പോൾ ഭാഷ ഇത്തിരി കഠിനമായിട്ട് തോന്നാമെങ്കിലും ആ ഭാഷയുടെ ആ ഒരു ഒഴുക്കിനകത്തേക്ക് നമ്മൾ പെട്ടുകഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് വായിക്കാവുന്ന, അല്ലെങ്കിൽ വളരെ നമ്മളതിൽ തന്നെ മതിമറന്നിരുന്ന് വായിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ക്രസ്നാഹോർക്ക.